മക്കളെ, ഈ വർഷത്തെ നീറ്റ് എക്സാം കഴിഞ്ഞ് നിങ്ങൾക്കതിൻ്റെ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ സ്കോർ കാർഡും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നതാണ് എൻ്റെ റാങ്കിന് കിട്ടുമോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റിയിൽ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ ഒക്കെ പിന്നാലെ തരാം. ഇപ്പം നിലവിൽ അതിൻ്റെ പ്രൊസീജിയർ തുടങ്ങാത്തത് കൊണ്ടാണ്. അപ്പം ഇനി മറ്റു കുറേ കുട്ടികളുടെ ആശങ്ക എന്താണെന്ന് വെച്ചാൽ ഈ റാങ്ക് കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് പറയാം. ഒന്ന്, നിങ്ങളുടെ ഈ നീറ്റിന്റെ റാങ്ക് കൊണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകൾക്ക് പങ്കെടുക്കാമെന്നും, രണ്ടാമത്തേത് ആ കോഴ്സുകൾക്ക് നിങ്ങൾ തയ്യാറാക്കി വെക്കേണ്ട ഡോക്യുമെന്റുകൾ എന്താണ്. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. എൻ്റെ നീറ്റ് റാങ്ക് എത്രയാണ്, എനിക്ക് ഏതൊക്കെ കോഴ്സ് കിട്ടും, അല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സിലാണ് നീറ്റ് റാങ്ക് ഉപയോഗിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന്റെ ആൻസറും, രണ്ടാമത്തേത് ഈ പറഞ്ഞ കൗൺസിലിങ്ങുകൾക്ക് ഞാൻ കൊടുക്കേണ്ട ഡോക്യുമെന്റ് അല്ലെ തയ്യാറാക്കി വെക്കേണ്ട ഡോക്യുമെന്റ് എന്താണ് എന്നുള്ളത് കൂടി. അപ്പൊ അതില് ആദ്യത്തെ കേസ് 2026 ഒന്ന്, നിങ്ങൾ അതിന്റെ എലിജിബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അതായത് ഒരു അൺറിസർവ്ഡ് അല്ലെങ്കിൽ EWS കാൻഡിഡേറ്റിന് 213 മാർക്ക് വേണം ക്വാളിഫൈ ആവാൻ. എന്നാൽ ഫിസിക്കൽ ഡിസബിലിറ്റിക്ക് 194 മാർക്ക് മതി. OBCക്ക് 177 മാർക്കാണ്, അവിടുത്തെ ഫിസിക്കൽ ഡിസബിലിറ്റിക്കും 177 മാർക്കാണ്. SC കാൻഡിഡേറ്റിന് 177 മാർക്കാണ്, ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള SC ആണെങ്കിൽ 64 മാർക്ക് മതി. ST കാൻഡിഡേറ്റിനും 177 ആണ്, ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ളവർക്ക് 11 മാർക്ക് മതി. ഇതാണ് എലിജിബിലിറ്റി. ഈ മാർക്കിന് മേലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. കിട്ടുമെന്നല്ല അതിന്റെ അർത്ഥം, നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇനി കിട്ടുക എന്നുള്ളത് രണ്ടാമത്തെ കേസ്. സീറ്റിന്റെ പരിധിക്ക് അല്ലെങ്കിൽ സീറ്റിന്റെ എണ്ണത്തിനൊക്കെ അനുസരിച്ച് അതിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. ഇനി ഈ നീറ്റ് റാങ്ക് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒന്ന്, നിങ്ങൾക്ക് സ്റ്റേറ്റ് റാങ്ക് വരണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ c.kerala.gov.in എന്നുള്ള സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, മെഡിക്കൽ അലീഡ് കൊടുത്തിട്ടുണ്ടാവും. ഇനി കീമിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. അപ്പൊ സ്കോർ കാർഡൊക്കെ അതിലേക്ക് അവർക്ക് MCCയിൽ നിന്ന് അല്ലെങ്കിൽ NTA നിന്ന് കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കൺഫർമേഷൻ കൊടുത്താൽ മതി. അതിന്റെ പ്രൊസീജിയർ വരുമ്പോൾ ഞാൻ ഗ്രൂപ്പിൽ അറിയിക്കാം. അപ്പൊ ഒന്ന്, സ്റ്റേറ്റ് റാങ്ക് വരണം. ഓൾ ഇന്ത്യ റാങ്ക് നമ്മുടെ കയ്യിലുണ്ട്. ഈ സ്റ്റേറ്റ് റാങ്ക് കൊണ്ട് നിങ്ങൾക്ക് കേരളത്തിലെ 85% MBBS സീറ്റുകൾക്കും അപേക്ഷിക്കാം. അതായത് ഗവൺമെന്റിലുള്ളതും അതുപോലെ സെൽഫില് ഓൾ ഇന്ത്യ കോട്ടയിലും അപ്ലൈ ചെയ്യാം. പക്ഷെ ഇങ്ങനെയല്ല അപ്ലൈ ചെയ്യേണ്ടത്, സ്റ്റേറ്റ് കോട്ട വഴി തന്നെയാണ്. 100% സീറ്റും സ്റ്റേറ്റ് കോട്ട വഴിയാണ് സെൽഫിൽ. ഗവൺമെന്റിൽ 85% സീറ്റ്, ബാക്കി 15% ഇവിടെ പോകും. ഇനി അതേപോലെ BDS ഉണ്ട്, ആയുർവേദം, വെറ്റിനറി, യുനാനി, സിദ്ധ, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ്, ബയോടെക്നോളജി, കോർപ്പറേഷൻ ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് കൺട്രോൾ, ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഈ കോട്ടയിലാണ് വരിക. ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ അറിയണമെങ്കിൽ നമ്മൾ ആ സ്കീമിന്റെ രജിസ്ട്രേഷൻ വീഡിയോ നോക്കിയാൽ ആ കോഴ്സുകളുടെ ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് വരേണ്ടത്. MBBS, BDS, ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, ഹോമിയോ, അങ്ങനെയുള്ള 12ഓളം കോഴ്സുകൾ അതിൽ വരുന്നുണ്ട്. അത് മുഴുവൻ നീറ്റിന്റെ റാങ്ക് വെച്ചിട്ടാണ് നടത്തേണ്ടത്. അപ്പൊ ഇതിന്റെ പ്രൊസീജിയർ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കും. ഓക്കെ. ഇനി രണ്ടാമത്തേത് ഓൾ ഇന്ത്യ ആണ്. ഓൾ ഇന്ത്യ റാങ്ക് കൊണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്ന ഒന്നാണ് MCCയുടെ സൈറ്റിൽ. MCCയുടെ സൈറ്റിൽ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. MCCയുടെ സൈറ്റിൽ MBBS എല്ലാ സംസ്ഥാനങ്ങളുടെയും 15% സീറ്റ്, എയിംസ്, ജിപ്മർ പോലുള്ളതിന്റെ ടോട്ടൽ സീറ്റുകളും അതിൽ പോകും. പിന്നെ BDS ഓൾ ഇന്ത്യയിൽ, BSc നഴ്സിംഗ് ഓൾ ഇന്ത്യയിൽ. ഇത്രയുമാണ് MCC അലോട്ട്മെന്റ് നടത്തുക. MBBS, BDS, BSc നഴ്സിംഗ്. അതുപോലെ തന്നെ എയിംസിലെ കോഴ്സുകൾ, എയിംസിലെ MBBS, ജിപ്മറിലെ MBBS, ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിലെ MBBS ഒക്കെ MCC വഴി തന്നെയാണ്. ഇതൊക്കെ ഒറ്റ ചാനലിലാണ് രജിസ്ട്രേഷൻ പോവുക. അതേപോലെ ESI ആനുകൂല്യമുള്ള കുട്ടികൾക്കും ഈ MCC വഴി തന്നെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയും പേര് MCC വഴി. ഇനി അതല്ല, ചില കുട്ടികൾക്ക് മെഡിക്കൽ അല്ലെങ്കിൽ MBBS, BDS, BSc നഴ്സിംഗോ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ട എങ്കിൽ ആയുർവേദം, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ പോലുള്ള കോഴ്സുകൾക്ക് ആയുഷ് കൗൺസിലിംഗ് AACCC എന്ന് പറയുന്ന സൈറ്റ് വഴി സ്റ്റാർട്ട് ചെയ്യും. അതും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറിയിക്കാം. അതുപോലെ വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യ വഴി വെറ്റിനറി കോഴ്സുകൾ വരുന്നുണ്ട്, അതും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കൂടാതെ ജിപ്മർ നേഴ്സിംഗ് ആൻഡ് അലൈഡ് കോഴ്സ്, ഇതും നീറ്റിന്റെ സ്കോർ വെച്ചിട്ടാണ്, അതും സെപ്പറേറ്റ്. ഈ MCCയുടെ രജിസ്ട്രേഷൻ വഴി അല്ല ഇത്. ഇതിന് ഓരോന്നിനും ഓരോ സെപ്പറേറ്റ്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 4 ഓരോ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ആണ് കേട്ടോ. ഇത് 4 സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, സ്റ്റേറ്റും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, 5 സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ അറിയിക്കും. ഇത്രയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ നീറ്റ് സ്കോർ കൊണ്ട്, നീറ്റ് റാങ്ക് കൊണ്ട് അപ്ലൈ ചെയ്യാവുന്നത്. ഇനി കുട്ടികൾ ചോദിക്കുന്ന ഒന്നാണ് പ്രയോറിറ്റി ലിസ്റ്റ്. എനിക്ക് MBBS കിട്ടും, അല്ലെങ്കിൽ എനിക്ക് BDS കിട്ടും, എങ്ങനെയാണ് ഞാൻ കോളേജ് കൊടുക്കേണ്ടത്? ഈ പ്രയോറിറ്റി ലിസ്റ്റിന്റെ ഒരു വേഗ ഐഡിയ ഞാൻ ഗ്രൂപ്പിൽ ആ ഒരു ലിസ്റ്റ് അടുത്ത ദിവസങ്ങളിൽ തരാം. പ്രയോറിറ്റി തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് പലർക്കും പല പ്രയോറിറ്റി ആയിരിക്കും. ഇപ്പൊ ചിലർക്ക് നാട്ടിൽ നിന്ന് പഠിക്കണമെന്നാണ്, ചിലർക്ക് നാട്ടിൽ നിൽക്കണമെന്നില്ല, നല്ല കോളേജ് മതി. ചിലർക്കിപ്പോ കുറച്ചുകൂടി മാക്സിമം മറ്റ് സംസ്ഥാനത്ത് തന്നെ, നമുക്ക് നാട്ടിൽ കിട്ടും പക്ഷെ മറ്റേ സ്റ്റേറ്റിൽ പോകണം, എനിക്ക് കുറച്ചുകൂടി ഒരു വൈഡ് ഓപ്ഷൻ എന്നുള്ളൊരു നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു ഭാഷ പഠിക്കാം, അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആവും. അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണ്. അതുകൊണ്ട്
പ്രയോറിറ്റി നിങ്ങളുടെ ഒരു തീരുമാനത്തിലാണ്. പക്ഷെ പ്രയോറിറ്റിയുടെ ഒരു ഐഡിയ തരാൻ വേണ്ടി ആ കോളേജ് ലിസ്റ്റുകൾ അതിലൊരു റാങ്കിങ് ബേസ്ഡ് ലിസ്റ്റ് ഞാൻ ഗ്രൂപ്പിലിട്ട് തരാം. അതിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. പിന്നെ അതിന്റെ പ്രൊസീജിയറൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ആ സമയത്ത് തരാം. ഇപ്പൊ നിലവിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എത്ര മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം, 1. 2, നിങ്ങളുടെ നീറ്റ് റാങ്ക് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം. സ്റ്റേറ്റിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓൾ ഇന്ത്യയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓൾ ഇന്ത്യയിൽ ഓരോ കോഴ്സുകളും എങ്ങനെയൊക്കെയാണ് അപേക്ഷിക്കേണ്ടത്, ഇത്രയുമാണ് ജനറലി നീറ്റ് റാങ്ക് കൊണ്ട് നടക്കുന്ന മേജർ കൗൺസിലിംഗ് പ്രോസസ്സുകൾ. ഇതിൽ ഓരോന്നും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഡിഫറെന്റ് ഓരോന്നിനും സെപ്പറേറ്റ് വീഡിയോ ഗ്രൂപ്പിലിടാം, അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ ഗ്രൂപ്പിലിടാം. വീഡിയോ ചെയ്യേണ്ടതാണെങ്കിൽ വീഡിയോ ഉണ്ടാവും, ഇല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ അതിന്റെ ഓഡിയോ ആയിട്ടോ അല്ലെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ടുകളായിട്ടോ PDF ആയിട്ടോ ഒക്കെ ഷെയർ ചെയ്യാം. ഇതാണ് ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തേത്, ഈ പ്രോഗ്രാമുകൾക്ക് വേണ്ട ഡോക്യുമെന്റുകൾ ഏതാണ് തയ്യാറാക്കി വെക്കേണ്ടത് എന്നുള്ളതിലേക്ക്. ഇനി നമ്മൾ ഡോക്യുമെന്റിന്റെ ലിസ്റ്റിലേക്ക് വരുന്നു. ഡോക്യുമെന്റ് ലിസ്റ്റിൽ ഓൾ ഇന്ത്യയിൽ വേണ്ട ഡോക്യുമെന്റും സ്റ്റേറ്റിൽ വേണ്ട ഡോക്യുമെന്റും രണ്ടും പറയുന്നുണ്ട്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഒന്ന്, അലോട്ട്മെന്റ് ലെറ്റർ. ഓൾ ഇന്ത്യയിൽ MCC ഇഷ്യൂ ചെയ്യുന്ന അലോട്ട്മെന്റ് ലെറ്റർ ഉണ്ടാവണം. അത് നമുക്ക് അലോട്ട്മെന്റ് കിട്ടിയാൽ അപ്പോൾ നമ്മുടെ സൈറ്റിൽ അല്ലെങ്കിൽ നമുക്ക് കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്ന് എടുക്കാം. അതുപോലെ നീറ്റിന്റെ അഡ്മിറ്റ് കാർഡ്, ഇത് നിങ്ങൾ ആ റീനീറ്റ് എഴുതിയപ്പോഴത്തെ അഡ്മിറ്റ് കാർഡാണ് വേണ്ടത്. അത് നിങ്ങളുടെ കയ്യിലുണ്ടാവും, അതിന്റെ ഒരു കോപ്പി ഉണ്ടാവണം. അതുപോലെ നീറ്റിന്റെ റാങ്ക് ലെറ്റർ അഥവാ നമ്മുടെ സ്കോർ കാർഡ് അതുണ്ടാവണം. പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം, ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം, പാസ്പോർട്ട് ഉപയോഗിക്കാം, എന്തും ഉപയോഗിക്കാം. ദെൻ 10th ആൻഡ് +2 സർട്ടിഫിക്കറ്റ്, ഇത് നമ്മുടെ കയ്യിലുണ്ട്, പ്രശ്നമില്ല. ഇനി പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇതിന്റെ എണ്ണം ഡിപ്പെൻഡ് ഓൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ചിലർ 8 എണ്ണം ആവശ്യപ്പെടും, ചിലർ 12 എണ്ണം ആവശ്യപ്പെടും, ചിലർ അതിൽ ഇത് കൂടാതെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ആവശ്യപ്പെടും. അപ്പൊ ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നതിനനുസരിച്ചാണ് കൊടുക്കേണ്ടത്. ID പ്രൂഫ്, ഒരു വാലിഡ് ID പ്രൂഫ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ആധാർ പോലുള്ള കാർഡാണ് ഉപയോഗിക്കുക. ആധാർ ഉപയോഗിക്കാം, പാൻ കാർഡ് ഉപയോഗിക്കാം, പാസ്പോർട്ട് ഉപയോഗിക്കാം, ഒക്കെ പ്രശ്നമില്ല. ഇനി റിസർവേഷൻ ക്ലെയിം സർട്ടിഫിക്കറ്റ്, ഇത് ശ്രദ്ധിച്ചോ. ഈ റിസർവേഷൻ ക്ലെയിം സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് OBC NCL ആണെങ്കിൽ സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ളത് താലൂക്കിൽ നിന്ന് വാങ്ങണം. ഇനി നേരെ തിരിച്ച് EWS ആണെങ്കിലും താലൂക്കിൽ നിന്ന് വാങ്ങണം. SC കാൻഡിഡേറ്റ് ആണെങ്കിലും ST കാൻഡിഡേറ്റ് ആണെങ്കിലും താലൂക്കിൽ നിന്ന് വാങ്ങണം. ഇവരൊക്കെ വാങ്ങേണ്ടത് താലൂക്കിൽ നിന്നാണ് ഓൾ ഇന്ത്യയുടെ പർപ്പസിൽ. പിന്നെ ഫീ പേയ്മെന്റ്, എത്രയാണോ ഫീ അടയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ ഫീ ഉണ്ടാവണം. എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണ്ടത് ആർക്കാണ് വെച്ചാൽ CBSE പഠിച്ച അല്ലെങ്കിൽ ICSE പഠിച്ച കുട്ടികൾക്ക് അത് വേണ്ട. നേരെ തിരിച്ച് കേരളത്തിന്റെ സ്റ്റേറ്റിൽ പഠിച്ച കുട്ടിയാണ് തമിഴ്നാട്ടിലാണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ തമിഴ്നാട്ടിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ഏത് സംസ്ഥാനത്താണ് കിട്ടുന്നത് അപ്പോൾ എടുത്താൽ മതി. ഇപ്പൊ എടുക്കുന്നത് ഏകദേശം ഒരെണ്ണത്തിന് ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കാൻ ഒരു 1700 തുടങ്ങി 2200 വരെയൊക്കെയാണ് ഫീ റേഞ്ച് വരിക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ട് ഇതിനെ അപേക്ഷിച്ചാൽ മതി. പിന്നെ TC, സ്കൂളിൽ നിന്ന് കിട്ടിയ TC, മൈഗ്രേഷൻ, നമ്മുടെ നാട്ടിലൊക്കെ TC ആൻഡ് മൈഗ്രേഷൻ ആണ്. അപ്പൊ അതൊരു സർട്ടിഫിക്കറ്റ് ആണ്. ഇനി രണ്ടും രണ്ടായുള്ളവർക്ക് രണ്ടും എടുക്കാം. പിന്നെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, ഇതിനൊരു 6 മാസ വാലിഡിറ്റി ഉണ്ടാവണം. 6 മാസത്തിനുള്ളിൽ കിട്ടിയതാവണം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയൊരു കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ജസ്റ്റ് ഒരു അക്ഷയയിൽ പോയാൽ ഒരു ഫോർമാറ്റ് തരും, അത് വാങ്ങി ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസറോട് സൈൻ ചെയ്ത് വാങ്ങുക. നിങ്ങളുടെ പഴയ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് കയ്യിൽ ഇരുന്നോട്ടെ, പക്ഷെ 6 മാസത്തിനുള്ളിൽ എടുക്കുക, ഒരെണ്ണം കൂടി ഉണ്ടാവണം. ഇനി അതർ ഡോക്യുമെന്റ് ഞാൻ പറയാൻ കാരണം, ഇപ്പൊ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഗ്യാപ് സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ ഇപ്പൊ വേണ്ട. അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ മാത്രം ആ സമയത്ത് ഒരു 100 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ വാങ്ങിയിട്ട് അത് അവർ ഫോർമാറ്റ് പറയും. ചിലപ്പോൾ അവർക്ക് ഗ്യാപ് സർട്ടിഫിക്കറ്റ് ഫോം ഉണ്ടാവും, ആ ഫോം ഫിൽ ചെയ്ത് നോട്ടറൈസ് ചെയ്യണം. ചിലപ്പോൾ അറ്റസ്റ്റ് ചെയ്താൽ മതി, അത് ഡിപ്പെൻഡ് ആണ്, അത് ഇൻസ്റ്റിറ്റ്യൂട്ടിനനുസരിച്ച് മാറും. അപ്പൊ നിങ്ങൾ തയ്യാറാക്കി വെക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, വാലിഡ് ആയിരിക്കുന്ന ഈ ഡോക്യുമെന്റ്, വേറെ ഒന്നുമില്ല, ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളതാണ്. അപ്പൊ നിങ്ങൾ തയ്യാറാക്കി വെക്കേണ്ടത് നിങ്ങളുടെ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി കഴിഞ്ഞതാണെങ്കിൽ ഒരു പുതിയത് എടുത്തേക്കാം, ഈ വാലിഡിറ്റി ഉള്ളതാണെങ്കിൽ അത് കയ്യിലുണ്ടായാൽ മതി. ഓക്കെ, ഇത്രയാണ് ഓൾ ഇന്ത്യയുടെ ഡോക്യുമെന്റ്. എന്നാൽ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ, ഇതും അലോട്ട്മെന്റ് കിട്ടിയാലേ നിങ്ങൾക്ക് ഇഷ്യൂ ആവും. അപ്പൊ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ വരും. ഡേറ്റാ ഷീറ്റും നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ വരും. ഇത് രണ്ടും നിങ്ങൾക്ക് കാൻഡിഡേറ്റ് പോർട്ടലിൽ ഇഷ്യൂ ചെയ്യേണ്ടതാണ്. പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മളിവിടെ പറഞ്ഞ അതേ സാധനം തന്നെ. നിങ്ങൾക്ക് SLC ബുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. ഇനി TC ആൻഡ് മൈഗ്രേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, സെയിം ആയിരിക്കും. അത് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് 6 മാസത്തിനുള്ളിൽ വാലിഡിറ്റി ഉള്ളതായിരിക്കണം. 10th +2 മാർക്ക് ഷീറ്റുകൾ അത് കയ്യിലുണ്ട്. നീറ്റിന്റെ അഡ്മിറ്റ് കാർഡ് ഉണ്ടാവണം, നീറ്റിന്റെ സ്കോർ കാർഡ് ഉണ്ടാവണം, ഇതൊക്കെ സെയിം ആണ്. അപ്പൊ നീറ്റിന്റെ അഡ്മിറ്റ് കാർഡും നീറ്റിന്റെ സ്കോർ കാർഡും നമ്മൾ ഇവിടെ ഉപയോഗിച്ചത് തന്നെയാണ്, സെയിം ആണ്. ഇനിയുള്ളത് ഒരു മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു TC ആൻഡ് മൈഗ്രേഷൻ, ഇവിടെ ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. TC ആൻഡ് മൈഗ്രേഷൻ സാധാരണ രീതിയിൽ TC മൈഗ്രേഷൻ ഒന്നിച്ചാണ്. ഇനി രണ്ടും രണ്ടാണെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിക്കോട്ടെ. ഇനി ഫീ പേയ്മെന്റ് സ്ലിപ്പ് ആൻഡ് ഫീ, ഇവിടെ ഞാൻ പറഞ്ഞപ്പോൾ അവിടെ ഫീ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ റീസൺ, ഓൾ ഇന്ത്യയിൽ ഒരു അലോട്ട്മെന്റ് കിട്ടിയാൽ നമ്മൾ കോളേജിലാണ് ഫീ അടയ്ക്കേണ്ടത്. അപ്പൊ നേരെ ഫീ അടച്ചാൽ മതി. സ്റ്റേറ്റിൽ നേരെ തിരിച്ചാ,
സ്റ്റേറ്റ് ചിലപ്പോൾ റൗണ്ട് 1 വരുമ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് സിഇക്ക് ഒരു പേയ്മെന്റ് അടയ്ക്കണം. അപ്പോൾ ആ പേയ്മെന്റ് അടച്ചതിന്റെ സ്ലിപ്പ് നിങ്ങൾ ബാങ്ക് ത്രൂ ആണെങ്കിൽ അതിന്റെ സ്ലിപ്പ്, ഓൺലൈൻ ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ആ ട്രാൻസാക്ഷൻ കാണിക്കുന്ന ആ ഒരു പേജ് അല്ലെങ്കിൽ ആ സ്ലിപ്പ് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം, ഫീ പേയ്മെന്റ് സ്ലിപ്പ്. അതേപോലെ സിയിലാവുമ്പോൾ വേറൊന്നും കൂടിയുണ്ട്. നമ്മൾ സിഇക്ക് അടയ്ക്കുന്ന ഫീ കൂടാതെ കുറച്ച് ഫീ കോളേജിൽ അടയ്ക്കാൻ ആവശ്യപ്പെടും. അങ്ങനെ അടയ്ക്കേണ്ടി വന്നാൽ ആ ഫീ, അപ്പോൾ ഫീ പേയ്മെന്റ് സ്ലിപ്പ് ഓൾറെഡി സിഇക്ക് അടച്ചതും കോളേജിൽ അടയ്ക്കേണ്ട ഫീ വേറെയും കയ്യിൽ കരുതണം. പിന്നെയുള്ളത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇവിടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് CBSE അല്ലെങ്കിൽ ICSE പഠിച്ച കുട്ടികൾക്ക് ഈ 2 കാറ്റഗറിയിലും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണ്ട, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. നേരെ തിരിച്ച് ഓൾ ഇന്ത്യയിലായിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു കേരളത്തിൽ പഠിച്ചൊരു കുട്ടിക്ക് തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ മറ്റോ കിട്ടിയ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം. നേരെ തിരിച്ച് കേരളത്തിൽ പഠിച്ചൊരു കുട്ടിക്ക് കേരളത്തിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങൾ പഠിച്ച സ്റ്റേറ്റ് ബോർഡ് ആണെന്ന് വിചാരിക്കുക, കേരളത്തിലാണ് പഠിച്ചത്, കേരളത്തിൽ തന്നെയാണ് അഡ്മിഷനെങ്കിൽ എലിജിബിലിറ്റിയുടെ ആവശ്യമില്ല. കേരളത്തിൽ പഠിച്ച കുട്ടിക്ക് കേരളത്തിൽ വെളിയിൽ അഡ്മിഷൻ കിട്ടിയാൽ മാത്രം നമ്മുടെ സ്റ്റേറ്റ് ബോർഡ് അവരുടെ ഇക്വലന്റ് ആണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് മതി. നിങ്ങൾ കേരളത്തിൽ ഹയർ സെക്കൻഡറി ബോർഡ് പഠിച്ചു, കേരളത്തിൽ തന്നെ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി, നിങ്ങൾക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല, അതും ശ്രദ്ധിക്കാം. ഇനി പിന്നുള്ളത് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. ഇത് നമ്മുടെ കീമിന്റെ പ്രോസ്പെക്ടസിൽ ഒരു ഫോം ഉണ്ട്, ഞാൻ ഗ്രൂപ്പിൽ അത് മുമ്പ് ഇട്ടിരുന്നു, ഈ അടുത്ത് തന്നെ ഇട്ടിരുന്നു. അപ്പൊ അത് നിങ്ങളൊരു അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത റാങ്കുള്ള ഒരു ഡോക്ടറെ കാണുക, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകണം, അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത റാങ്കുള്ള ഒരു ഡോക്ടറെ കണ്ട് ഫിസിക്കൽ ഫിറ്റ്നസ് വാങ്ങുക. അത് നിങ്ങൾ OP ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കണ്ട് ഫിസിക്കൽ ഫിറ്റ്നസ് വാങ്ങിയാൽ മതി. ഒരു 1-2 hours അതിനുള്ളിൽ തീരുന്ന പരിപാടിയേ ഉള്ളൂ. അപ്പൊ ആ ഫോം എടുക്കുക, അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത റാങ്കുള്ള ഒരു ഗവൺമെന്റ് ഡോക്ടറെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കാണുക, അത് സൈൻ ചെയ്ത് വാങ്ങുക, അത് ഫിസിക്കൽ ഫിറ്റ്നസ്. പിന്നുള്ളത് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇത് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു വിത്തിൻ 15 days ഒക്കെ കൊടുത്താൽ മതി. അപ്പൊ ഒരു 3 വാക്സിൻ എടുക്കാനുണ്ട്. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ടോ മറ്റോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാക്സിൻ എടുത്തതിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി കൊടുക്കാം. ചെറുപ്പത്തിൽ എടുത്ത വാക്സിൻ ഒന്നും ബാധകമല്ല. ഓക്കെ, അപ്പോൾ വാക്സിനേഷൻ, അപ്പൊ ഇതിന്റെ ഫോർമാറ്റ് പിന്നീട് ഇടാം. ഇതിപ്പോ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇപ്പം വറിയിടാവണ്ട, അത് പിന്നീട് എടുത്താൽ മതി. പിന്നെ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്, ഇവിടെയും നമ്മളത് പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞത് NCL അല്ലെങ്കിൽ EWS SC ST ഒക്കെ താലൂക്കിൽ നിന്നാണെങ്കിൽ ഇവിടെ റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുപോകേണ്ടത് NCL വില്ലേജിൽ നിന്നായിരിക്കണം, താലൂക്കിലേതല്ല. എങ്ങനെയായിരിക്കണം? സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിലുള്ളതായിരിക്കണം. നേരെ തിരിച്ച് EWS ആണെങ്കിലും നിങ്ങൾ എടുക്കേണ്ടത് എവിടെ നിന്നാണ്? വില്ലേജിൽ നിന്നാണ്. നിങ്ങളൊരു SC കുട്ടിയോ ST കാൻഡിഡേറ്റും ആണെങ്കിൽ താലൂക്കിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, SC ST കാൻഡിഡേറ്റ് താലൂക്കിൽ നിന്ന് ഓൾറെഡി എടുത്തിട്ടുണ്ട്, അവർക്ക് അതേ ഡോക്യുമെന്റ് തന്നെ ഇവിടെയും ഉപയോഗിക്കാം. നേരെ തിരിച്ച് NCL കാര്യം EWS കാര്യം താലൂക്കിൽ നിന്ന് ഓൾ ഇന്ത്യക്ക് വേണ്ടിയും വില്ലേജിൽ നിന്ന് സ്റ്റേറ്റിന് വേണ്ടിയും എടുക്കണം. 2 സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടി വരും. ഓക്കെ, ഇതും പ്രത്യേകം ശ്രദ്ധിക്കുക, വാലിഡ് ഡോക്യുമെന്റ് ആയിരിക്കണം, വാലിഡിറ്റി ഉണ്ടാവണം. വാലിഡിറ്റിയിലെ പുതിയതിന് അപ്ലൈ ചെയ്ത് വാങ്ങിക്കൊള്ളുക. റൈറ്റ്. ഇനി അതർ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ റിസർവേഷൻ, ഇപ്പോ ഇന്റർകാസ്റ്റ് മാരേജ് റിസർവേഷൻ അല്ലെങ്കിൽ സ്പോർട്സ് കോട്ട അങ്ങനെയൊക്കെയുള്ള റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റുകൾ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും, ആ ഡോക്യുമെന്റ് കൂടി കയ്യിൽ കരുതണം. ഇതാണ് അതർ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇത്രയാണ് നിങ്ങൾ തയ്യാറാക്കി വെക്കുന്ന ഡോക്യുമെന്റ്. അപ്പൊ മുമ്പേ തയ്യാറാക്കി വെക്കേണ്ട ഡോക്യുമെന്റ് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ മുമ്പ് തന്നെ തയ്യാറാക്കി വെക്കേണ്ടത് റിസർവേഷൻ ക്ലെയിം ചെയ്യാനുള്ള ഡോക്യുമെന്റ് മാത്രം മതി. അത് നിങ്ങളുടെ കയ്യിൽ വാലിഡിറ്റി ഉള്ളതുണ്ടെങ്കിൽ അത് മതി, ഇല്ലെങ്കിൽ പുതിയതെടുക്കുക. വേറെ ഒന്നും നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടതില്ല, അലോട്ട്മെന്റ് വന്നതിന് ശേഷം ചെയ്യാനേ ഉള്ളൂ. ഓക്കെ, പ്രത്യേകിച്ച് ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ ഏത് സംസ്ഥാനത്ത് കിട്ടുന്നു എന്നതിനനുസരിച്ച് മാറും. ഓക്കെ, അപ്പൊ ഞാൻ ആ ഡോക്യുമെന്റിന്റെ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ബോർഡിൽ അത് ക്ലിയർ ആണ്. ഒരുപാട് ഡോക്യുമെന്റ് ഉള്ളത് കൊണ്ടാണ്, അത് ഒരുപാട് കണ്ടന്റ് വന്നതുകൊണ്ട് അത് ഒരുപാട് ഫിൽ ആയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ഇതിന്റെ എല്ലാം ഓരോന്നിന്റെയും എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ നിങ്ങൾ പാനിക്കാവേണ്ടതില്ല. ഇതിന്റെ പ്രൊസീജിയർ 1 by 1, ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്താണ് നിങ്ങൾ തയ്യാറാക്കി വെക്കേണ്ടത്, ഇതിന്റെ എല്ലാ അപ്ഡേറ്റ് ഓഡിയോ ആയിട്ടോ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഡോക്യുമെന്റുകളാണെങ്കിൽ PDF ആയിട്ടോ ഒക്കെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യും. ഞാൻ ആ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ അതിന്റെ അപ്ഡേറ്റുകളും ഉണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ബാക്കി അപ്ഡേറ്റ് വരുന്ന മുറയ്ക്ക് ഞാൻ ഗ്രൂപ്പിൽ അറിയിക്കാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.